നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് പൊളിറ്റിക്സ് ഓഫ് കാസ്റ്റ്, ജാതിയുടെ രാഷ്ട്രീയം എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ജാതിക്ക് ഉള്ള റോള് അല്ലെങ്കിൽ ജാതിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സെനാരിയോ പാകപ്പെടുത്തി എടുക്കുന്നതിൽ ജാതിക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, എന്താണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന പോയിന്റ് ആണ് ചർച്ച ചെയ്യുക. അപ്പൊ എന്താണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വത്വം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു രീതിശാസ്ത്രത്തെയാണ് നമ്മൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സാമൂഹിക വിഭാഗങ്ങളുടെയോ വ്യക്തിത്വത്തെ, ഐഡന്റിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതി. അപ്പോൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്, സ്വത്വം നിശ്ചയിക്കുന്നത് ജാതിയാകാം, അല്ലെങ്കിൽ ക്ലാസ്, അല്ലെ? ജാതിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ കാസ്റ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്, വർഗം, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. റിലീജനും അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിലും പൊതുവെ നമുക്ക് ജാതിയും അതുപോലെ വർഗവും ഇത്തരം പ്രധാനപ്പെട്ട രണ്ട് ഐഡന്റിറ്റികളായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. സോ നമുക്ക് നോക്കാം, ജാതി, മതം, ഭാഷ, ലിംഗം, ദേശീയത, ഇങ്ങനെ ഒരുപാട് സാംസ്കാരിക എലമെന്റ്സ് ഉണ്ട്. ഈ സാംസ്കാരിക എലമെന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പാഠഭാഗത്തേക്ക് കടക്കുന്നത്. അപ്പൊ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയില് ജാതിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്, അത് ജാതികള് വർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് ജാതികള് രൂപം കൊള്ളുന്നത്. വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സമൂഹത്തില് 4 വർണ്ണങ്ങൾ, അതായത് ചാതുർവർണ്ണ്യം എന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ പുരാതന കാലത്ത് വേദകാലഘട്ടത്തില് നിലനിന്നിരുന്നത്. അപ്പൊ ഇവിടെ വേദകാലഘട്ടത്തില് ഉള്ള സാമൂഹിക നിയമങ്ങൾ എല്ലാം രൂപപ്പെടുത്തിയെടുത്തത് ബ്രാഹ്മൺസ് ആയിരുന്നു. അവരാണ് വേദങ്ങൾ രചിക്കുന്നത്. സോ ഇവര് അവരുടെ ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തിയെടുത്ത സാമൂഹിക വ്യവസ്ഥിതി പ്രകാരം 4 വർണ്ണങ്ങളാണ് ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഈ 4 വർണ്ണങ്ങളെ സവർണ്യം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം, സവർണർ എന്നാണ് പറയുക. 4 വർണ്ണങ്ങളിൽ പെടുന്നവരെ. ഏതൊക്കെയായിരുന്നു ആ വർണ്ണങ്ങള്? അത് ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് രൂപപ്പെട്ട വിഭാഗത്തെ ബ്രാഹ്മണർ എന്ന് പറയും. അതായത് ബ്രാഹ്മണരുടെ ജോലി ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് രൂപം കൊള്ളുക എന്നതുകൊണ്ട് അർത്ഥം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുക, അധ്യാപനം നടത്തുക, വേദാധ്യാപനം, അല്ലെ? വിഷയം തിയോളജി ആണല്ലോ. അപ്പൊ വേദാധ്യാപനം നടത്തുക, ഇതൊക്കെ ആയിരുന്നു അവരുടെ തൊഴില്. ഈ പൗരോഹിത്യ പ്രവൃത്തികളാണ് അപ്പോൾ ഈ വിഭാഗത്തിന്റെ, ബ്രാഹ്മൺസിന്റെ പ്രധാനപ്പെട്ട തൊഴില്. ദെൻ അടുത്ത വിഭാഗം വർണ്ണം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്ന് രൂപം കൊണ്ടവരാ. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, രാജ്യം ഭരിക്കുക തുടങ്ങിയതായിരുന്നു. ക്ഷത്രിയർ എന്ന വർണ്ണമായിരുന്നു രണ്ടാമത്തെ വർണ്ണം. ഇനി മൂന്നാമത്തെ വിഭാഗം ബ്രഹ്മാവിന്റെ തുടയിൽ നിന്ന് രൂപം കൊണ്ട വൈശ്യ വർണ്ണമായിരുന്നു. അപ്പൊ വൈശ്യരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കച്ചവടം, കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയങ്ങളെല്ലാം നടത്തിയിരുന്ന വിഭാഗമായിരുന്നു ആര്? ഈ പറയുന്ന വൈശ്യർ. ദെൻ നാലാമത്തെ വർണ്ണം, ചാതുർവർണ്ണ വ്യവസ്ഥയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വർണ്ണം എന്ന് പറയുന്നത് ശൂദ്രരായിരുന്നു. അവർ ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്ന് രൂപം കൊണ്ടവരാണ് എന്നതായിരുന്നു വിശ്വാസം. അപ്പൊ എന്തായാലും ഈ മുകളിൽ പറഞ്ഞ 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നതായിരുന്നു ഈ ശൂദ്രരുടെ ഡ്യൂട്ടി. അപ്പോൾ ഈ 4 വർണ്ണങ്ങളെയും നമ്മൾ സവർണർ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വർണ്ണങ്ങൾക്കൊക്കെ പുറത്ത് ഔട്ട്കാസ്റ്റ് പീപ്പിൾ വേറെയും ഉണ്ടായിരുന്നു. അതായത് അവർണരായിട്ടുള്ള വിഭാഗങ്ങൾ, ഇതിലൊന്നും പെടാത്ത വിഭാഗങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അവരുടെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടം പിടിച്ച ഒരു അവസ്ഥയിലുമായിരുന്നു. അത് വേറെ വിഷയമാണ്, നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 വർണ്ണങ്ങളിൽ നിന്നാണ് പിന്നീട് ഉപജാതികൾ രൂപം കൊള്ളുന്നത്. അതായത് ഓരോ വിഭാഗത്തെയും തൊഴിലിന്റെ, അവർ ചെയ്യുന്ന കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർണ്ണം തന്നെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ
വർണ്ണത്തിലും അവർ ചെയ്യുന്ന തൊഴിലിന്റെ ചെറിയ വേരിയേഷൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരോ കാറ്റഗറി, ഇപ്പൊ നമുക്കറിയാം ബ്രാഹ്മിൺസിന്റെ ഇടയിൽ തന്നെ നമ്പൂതിരിമാര്, ഭട്ടതിരിമാര്, ഇങ്ങനെ ഇങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട്. നായന്മാർക്കിടയിൽ നായര് യഥാർത്ഥത്തിൽ ഈ ക്ഷത്രിയ രീതിയിൽ വരുന്നവരാണല്ലോ, അപ്പൊ അതിൽ തന്നെ വെളുത്തെഴുത്ത് നായര്, ഇങ്ങനെ പല പല അവർ ചെയ്യുന്ന തൊഴിലനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഓരോ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങൾക്ക് ഓരോ ജാതിയായി, തൊഴിൽ കൂട്ടങ്ങൾ ഓരോ ജാതിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ജാതികൾ രൂപപ്പെട്ടു വന്നത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയ. ഒരു തൊഴിൽ ചെയ്യുന്നവര് ഒരു പോക്കറ്റിലാണ് താമസിക്കുക, ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കും. അവര് ഒരു ജാതിയായിട്ട് അറിയപ്പെടും. ഇപ്പൊ ആശാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫർണിച്ചർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മരപ്പണി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരു പോക്കറ്റിൽ ജീവിച്ചിരിക്കാം. അവരെ ആശാരി എന്ന തൊഴിൽ ചെയ്യുന്നവരെ ആശാരിമാർ എന്ന ഒരു ജാതിയായിട്ട് അത് വളർന്നിട്ടുണ്ടാവും. പിന്നീട് ഇരുമ്പ് കൊണ്ട് പണിയെടുക്കുന്നവര് കൊല്ലന്മാർ, അത് അവര് വേറൊരു ജാതിയായിട്ട് വളർന്നിട്ടുണ്ടാവും. അങ്ങനെ തട്ടാന്മാര് വേറെ, മൂശാരിമാര് വേറെ, ഓരോരോ തൊഴിലും ചെയ്യുന്ന ഒരു വെവ്വേറെ ജാതികളായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ജാതികളൊക്കെ വീണ്ടും ഉപജാതികളായിട്ട് പിരിയുകയും ചെയ്തു. അപ്പൊ ജാതികളും ഉപജാതികളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് 100,000-ഓളം ജാതികൾ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റൊമേല താപ്പറുടെയൊക്കെ കണ്ടെത്തലനുസരിച്ചിട്ട് കണക്കാക്കപ്പെടുന്നത് അത്രയധികം ജാതികളുടെ ഒരു ബാഹുല്യം ഇവിടെ ഉണ്ടെന്നാണ്. എന്തായാലും നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ സാമൂഹിക വശത്തേക്കാൾ ഉപരി പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തില് ജാതിക്ക് വലിയ റോളുണ്ട് എന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, നമുക്കറിയാവുന്ന ഒരു ഫാക്ട് ആണ്. ജാതി രാഷ്ട്രീയത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണത്തെയും എല്ലാ കാര്യങ്ങളെയും ജാതി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി എന്നത് ചരിത്രപരമായിട്ട് മതത്തെയും അതുപോലെ തന്നെ തൊഴിലിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ്, ഒരു ഘടനയായിട്ടാണ് വളർന്നു വന്നത് എന്ന് നമുക്ക് അറിയാം. ഇനി ജാതിയും ഇന്ത്യൻ രാഷ്ട്രീയവും പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തില് എങ്ങനെയാണ് ജാതി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജാതി വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ സമൂഹത്തില് പൗരാണിക കാലം തൊട്ടേ റോളുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ ജാതികളും അതുപോലെ ഉപജാതികളും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനുള്ള ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ നിന്നാണ് നമുക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ നേച്ചർ വരുന്നത്, ജാതികൾക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം വരുന്നത്. അതായത് ഒരു കോമൺ ഗോളിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ, അതായത് ഒരു വിഭാഗത്തെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഘടകമായിട്ട് ജാതികളും ഉപജാതികളും പ്രവർത്തിച്ച് തുടങ്ങുന്നു. ഇപ്പൊ സ്വാതന്ത്ര്യ സമരകാലത്ത് ജാതി അടിസ്ഥാനത്തില് സമത്വം എന്ന ആശയത്തിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കറും അതുപോലെ മഹാത്മാഗാന്ധിയും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് അവര് പോരാടുന്നത്. ഡോക്ടർ BR അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽ പെട്ട ഒരു അംഗമായിരുന്നു, താഴ്ന്ന ജാതിയിലെ അംഗമായിരുന്നു. മഹർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ഉത്തരേന്ത്യയിലുള്ള ഒരു ജാതിയാണ്, വിളയിച്ചെടുക്കുന്ന ഒരു ജാതിയാണ് മഹർ ജാതി. അപ്പൊ ഇദ്ദേഹത്തിന് ഈ താഴ്ന്ന ജാതിയിൽ ജനിച്ചതിന്റെ തിക്താനുഭവങ്ങൾ ധാരാളം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോയ സമയത്തും ഒക്കെ ജാതിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റി നിർത്തപ്പെടലുകൾക്കും ചൂഷണങ്ങൾക്കും ഒക്കെ വിധേയനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകളായിരുന്നു അംബേദ്കർ എടുത്തിട്ടുള്ളത്. അപ്പൊ ജാതിയെ ഒരു ശാപമായി കണ്ടിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്ന് പറയാം. ഇനി ഗാന്ധിജി ആണെങ്കിൽ ഈ കീഴാള വർഗത്തെ ഹരിജൻ എന്ന പേരൊക്കെ വിളിച്ച് അവരെ ഒന്നും കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഗാന്ധിജി ചെയ്തത്. അപ്പൊ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പാതകളിൽ നിന്നുകൊണ്ടുള്ള ഒരു അംബേദ്കർ കുറച്ചുകൂടി അക്യൂട്ട് ഫോമിൽ എങ്ങനെയും ഈ ജാതി എന്ന ആശയം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഗാന്ധിജി ഈ കീഴാള വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. ഇനി സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് ജാതി
രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആയിട്ട്, അല്ലെ, നമുക്കറിയാം, ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ജാതി മാറുന്നു. പിന്നീട് അത് സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ടും, ഇപ്പൊ കേരളത്തില് കാര്യം എടുത്തു നോക്കാം, നമുക്ക് ഇപ്പൊ SNDPയും NSSും ഒക്കെ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ, അവര് പ്രഷർ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന കൂട്ടമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യുക, വിലപേശുക എന്ന ഒരു കോൺസെപ്റ്റ് വന്നു. അതായത് ഇത്രയും വലിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു വിഭാഗത്തെ പിണക്കിയാൽ ഇത്രയും വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഇത്രയും വിലപ്പെട്ട വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഒരു തോന്നൽ രാഷ്ട്രീയ പാർട്ടികളിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് ജാതി മാറുകയുണ്ടായി. അപ്പൊ ജാതി ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് പ്രയോഗിച്ചു വരുന്ന കാലഘട്ടം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങൾ വരുന്നു. ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വിദ്യാഭ്യാസ രംഗത്തും എല്ലാ മേഖലകളിലും ജാതീയമായിട്ടുള്ള സംവരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും പൊളിറ്റിക്സിലും രാഷ്ട്രീയത്തിലും ജാതീയമായിട്ടുള്ള സംവരണങ്ങൾ ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താണ്, ഓരോ വാർഡുകള് SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സംവരണ വാർഡുകളൊക്കെ ഉള്ളത് നമുക്കറിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു വിലപേശാനുള്ള ഒരു ടൂളായിട്ട് ജാതി പ്രവർത്തിച്ചു തുടങ്ങിയതോടും ഈ സംവരണങ്ങളും ശക്തമായിട്ട് ഒരു പൊളിറ്റിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ട് ആയിട്ട് ഈ ജാതി മാറുകയാണ് ചെയ്യുന്നത്. ഇനി മണ്ഡൽ കമ്മീഷന്റെ റോള് നമുക്ക് നോക്കാം. മണ്ഡൽ കമ്മീഷൻ 1980 നിർദ്ദേശിച്ച ഒരു മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ച OBC വിഭാഗങ്ങൾക്ക് തൊഴിലിലും അതുപോലെ സർക്കാർ ജോലികളില് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുമൊക്കെ സംവരണം ശുപാർശ ചെയ്യുന്നുണ്ട്. അത് OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനാണ് ഈ ഒരു സംവരണം മണ്ഡൽ കമ്മീഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് 1990 കേന്ദ്ര സർക്കാർ രാജ്യത്താകെ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ രാജ്യത്തൊട്ടാകെ ഒരു വലിയ പ്രതിഷേധം, മണ്ഡൽ കമ്മീഷനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം നടന്നു. അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഇതോടെ ജാതീയമായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന ആശയം കൂടുതൽ ആ ഒരു മേഖല കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഇനി ജാതി രാഷ്ട്രീയത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വരാൻ തുടങ്ങി. ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക ജാതിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ രാഷ്ട്രീയം തന്നെ ആ ഒരു രീതിയിൽ മാറാനായിട്ട് തുടങ്ങി. അപ്പൊ ഓരോരോ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും സാമുദായികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പാക്കേജുകൾ കൊണ്ടുവരാനും ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ പോലും ആ ഒരു വിഭാഗത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് ഒരു മുഖ്യ അജണ്ടയായിട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കണക്കാക്കാനായിട്ട് ആരംഭിക്കുന്നു. ഇനി ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ആധുനിക സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നൂറ്റാണ്ട് കാലത്തിന്റെ അധിനിവേശത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കുറെയെങ്കിലും വളർന്നു വരുന്നത്, അല്ലെ, ജാതീയമായിട്ടാണെങ്കിലും ഒക്കെ ഉയർന്നു വരുന്നതിനുള്ള തൊട്ടുകൂടായ്മ അതുപോലെയൊക്കെയുള്ള അനാചാരങ്ങളൊക്കെ ഇത്തരം അനാചാരങ്ങളൊക്കെ ഒഴിവാകുന്നതിനൊക്കെയുള്ള കാരണങ്ങൾ. ഇന്ന് അയിത്തം നമുക്കറിയാം, ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം അൺടച്ചബിലിറ്റി നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെ. അയിത്തത്തിന്റെ ഏത് ഫോമിലുള്ള ആചരണവും വലിയ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത്. സോ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നതിന് പുറകില് ഒരുപാട് കാലത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം അതിന് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന് സാംസ്കാരിക സ്വത്വങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അപ്പൊ ഒരു ജാതി ആ ഒരു ജാതിയുടെ സാംസ്കാരിക സ്വത്വം അതുപോലെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഭാവിയിൽ അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികള് രാഷ്ട്രീയ പ്രചാരണത്തിനും അവരുടെ നയങ്ങള് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നതിനും ഒക്കെ ജാതിയെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മള്
ഒരു EWS ഇക്കണോമിക് വീക്കർ സെഷന് പ്രത്യേകമായിട്ട് സംവരണം, ജാതിക്ക് അതീതമായിട്ടുള്ള സംവരണങ്ങളും ഇന്ന് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.